ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘത്തിനാണ് ഇവിടെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അവരെ യാത്രാ സ്വാതന്ത്ര്യത്തിന് അവരെ നമ്മൾ ആക്രമിക്കാനോ ഒന്നും പോയിട്ടില്ല. പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർ വന്നാൽ അവരെ തടഞ്ഞു നിർത്താൻ പറഞ്ഞു. അത് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇവർ ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് ഹാറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിന്റെ മറവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരായ പാവപ്പെട്ട വിദ്യാർത്ഥികളെയും നഴ്സുമാരുടെയും കോടിക്കണക്കിന് രൂപ പറ്റിച്ചു വാങ്ങിയ ഒരു സ്ത്രീയും രണ്ടാം പ്രതി ഫിജ ജോസഫും രണ്ടാം പ്രതി ഹാരിഷ് റാവുത്തറും മൂന്നാം പ്രതി എന്താണ് പേര് സ്റ്റീഫൻ നീണ്ടൂറും ഈ 3 പ്രതികൾ ഇതിനകത്തുണ്ട്. നിലവിൽ ഒരു പ്രതി അജിത് ജോർജ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും ഒളിവിലാണ്. നിലവിൽ ഇവരെ പേരിൽ പോത്തുകല്ല് സ്റ്റേഷനിൽ 1.102 എന്ന എഫ്ഐആറിൽ പ്രതികളാണ് ഇവര്. അറസ്റ്റ് വാറണ്ട് 2 ആഴ്ച മുന്നേ മലപ്പുറം പെരിന്തൽമണ്ണ ഡിഎസ്പി അറസ്റ്റ് വാറണ്ട് ഇട്ടു. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓർഡർ ഇട്ടു. ആ പ്രതികളാണ് ഇവർ പിടികിട്ട പുള്ളികളായിട്ട് ഇവരെ ഒളിവിലായിരുന്നു. ഈ പ്രളയത്തിന്റെ പേരിൽ നാട്ടുകാരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും പിരിക്കാൻ വേണ്ടി ഉടാപ്പ് പരിപാടിയുടെ ഇറങ്ങിയാണ്. ഇവളെ ഈ ഓൺലൈൻ മാധ്യമത്തിന് കേരളത്തിലെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലും രജിസ്ട്രേഷൻ ഇല്ല. ഇവർക്ക് ഒരു പത്രങ്ങളുടെയും അനുമതിയില്ല. അവർ ഇതിൽ വീടുന്ന ആളല്ല. അതായത് വാർത്തകൾക്കപ്പുറം ഇത് ക്രൈം നമ്പർ 102 പോത്തുകല്ല് സ്റ്റേഷൻ 102/2019 പോത്തുകല്ല് സ്റ്റേഷൻ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 7.5 ലക്ഷം രൂപ എരുമുണ്ടെന്നും വെള്ളിമരുന്നായിട്ട് ഇവർ മേടിച്ചിട്ടുണ്ട്. ആകെ എത്ര ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പറയപ്പെടുന്നു? ഇവർ 9 കോടി രൂപയുടെ തട്ടിപ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുണ്ട്. ഇവരുടെ പേരിൽ നിങ്ങളുടെ അറിവിൽ എത്ര എഫ്ഐആർ ഏതൊക്കെ സ്റ്റേഷനിൽ? ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഹൈക്കോടതി കൊടുത്ത് അടക്കി. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇതല്ല എഫ്ഐആർ എല്ലാം കൂടെ 24 എഫ്ഐആർ ഉണ്ട് ഞങ്ങൾക്ക്. 24 ഫസ്റ്റ് ഇൻഫർമേഷൻ. പിന്നെ 17 എഫ്ഐആറുകൾ അല്ലാതെ ഉണ്ട് ഇവിടെ പേര്. അതിൽ ആലുവയിൽ ഒരു കേസിൽ ഇവർക്ക് വാറണ്ടുണ്ട്. പോലീസ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ തടുത്തത്. പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ തടുത്തത്. പോലീസ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ തടുത്തത്. അവരെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവരെ സുരക്ഷമായിട്ട് നമ്മളെല്ലാം നാട്ടുകാരെല്ലാം കൂടെ ഇവിടെ സംരക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബാക്കി പോലീസ് ഞങ്ങൾ കൈമാറുന്നതായിരിക്കും. മലാമൂട് പോയി പോട്ടെടുക്കുന്നുണ്ടോ? അതൊക്കെ പറയാം. അതാണ് ഇതാരാണെന്ന് അറിഞ്ഞപ്പോ ഹാരിസ് റാവുത്ത്. ഇത് ഫിജോ ജോസഫ്. ഒരാളുണ്ടായിട്ടുള്ളത് സ്റ്റീഫൻ നീണ്ടൂർ 2 ലക്ഷം. ഇതിനകത്തുണ്ട്. അതിലൊരു പ്രതിയും കൂടി ഉണ്ട്, സ്റ്റീഫൻ. അവർ ചെയ്യട്ടെ, ശല്യപ്പെടുത്തല്ലേ. സ്റ്റീഫൻ ഇയാളാണ്. ഇയാൾക്ക് കണ്ണ് കാണില്ല സാർ. അയാൾ അടിച്ചിട്ട് കണ്ണാടിയൊക്കെ താഴ്പോയി. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല. ഞങ്ങളിത് ചെയ്തിട്ടില്ല. 2019 തമാശ ഞങ്ങൾ ചെയ്തിട്ടില്ല. ടെലകാസ്റ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി ഉൾപ്പെടെ നിങ്ങൾ അവിടേക്ക് വിളി. ഇനി ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. എന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സാറേ ടെലികാസ്റ്റ് പോണില്ലേ? ലൈവ് പോണില്ലേ? ഇല്ലല്ലേ, നമുക്ക് വീഡിയോ കിട്ടിയാൽ മതി. ലൈവിന് എത്തിക്കണ്ടേ? നമുക്ക് ഇത്രയും ആൾക്കാരില്ലേ? ഒരു 3 ആൾ ഷെയർ ചെയ്യുമ്പോ നമ്മൾ ഇത്രയും ആൾക്കാരില്ലേ?
ഉരുളോട്ട് കാണാൻ കണ്ണു കാണാത്തവരെയാണ് ഓടുന്നത്. സാങ്കുട്ടി നീ പോണില്ലേ? അവരുടെ അടുത്ത് ഇനിയും വീഡിയോ എടുക്കാൻ ശ്രമിക്കരുത് സാറേ. അവരെ എടുത്തോട്ടെ, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. അവരെ എടുത്തോട്ടെ, അവര് വീഡിയോ എടുത്തോട്ടെ. ഇപ്പോ ഈ കാര്യത്തിലില്ല. ഞാൻ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അതിൽ വരുന്ന നമുക്ക് തന്ന പരാതിയിൽ പറയുന്നതായ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറസ്റ്റ് ഞാൻ ബാക്കിയിലൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ അത്ര ഒരു അവസ്ഥയിൽ സാങ്കുട്ടി ചെല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ നാളെ സാങ്കുട്ടി ഇതിന്റെ പറയാൻ വരും. ആരെങ്കിലും കൂട്ടി